സഭയ്ക്കുള്ളിൽ ഗുണ്ടായിസമാണ് നടക്കുന്നത് എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നു. അതിൽ പ്രധാനം ഈ പ്രതിപക്ഷ കയ്യാങ്കളിയിൽ വാച്ച് ആൻഡ് വാർഡുമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് സ്പീക്കർ അറിയിക്കുന്നത്. ഇതിന്റെ എല്ലാം ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു നടപടിയും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്യും. ഇവിടെ പിടിക്കാൻ പറ്റില്ല, അവിടെ പിടിക്കാൻ പറ്റില്ല. അങ്ങ് പറഞ്ഞോ സർ. ബഹുമാനനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട സ്പീക്കർ ഡയസിലേക്ക് എത്തും മുൻപ് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പ്ലക്കാർഡുകളുമായി അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധിക്കുന്നവർ ഇരിക്കാതെ പ്രതിപക്ഷ നേതാവിന് മൈക്ക് നൽകാനാകില്ല എന്ന് സ്പീക്കർ. സർ, ചാണ്ടി ഇരിക്കുന്നത് സീറ്റിലല്ല, ചാണ്ടിയുടെ സീറ്റിലിരിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കില്ല. അവരവരുടെ സീറ്റിലിരിക്കാൻ. ഫ്ലോർ ഓർഡർ അല്ല. സ്വർണ്ണപ്പാളി വിഷയത്തിനൊപ്പം ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ എംഎൽഎക്കെതിരായി നടത്തിയ ശാരീരിക അധിക്ഷേപ പരാമർശവും പി.ഡി. സതീശൻ സഭയിൽ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലേതിന് വിപരീതമായി കടുത്ത ഭാഷയിലായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. അങ്ങേരെ ആറ്റിറ്റ്യൂഡ് മന്ത്രിമാരെല്ലാം വായി തോന്നിയതെല്ലാം പറഞ്ഞപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി എം.പി. രാജേഷ് പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ കഴിഞ്ഞ 3 ദിവസവും പ്രതിപക്ഷം സഭയിലെത്തിച്ച അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന ബാനർ ഇന്ന് മാറ്റി. അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയ കൊള്ളസംഘം, അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയ LDF രാസവിദ്യ എന്നീ 2 ബാനറുകളുമായാണ് ഇന്ന് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. ഇതിനിടെ ഭിന്നശേഷിക്കാരെ അധിക്ഷേപിക്കുന്ന പരാമർശവുമായി പി ചിത്തരഞ്ജൻ. സാർ, ഈ 2 കൈവില്ലാത്ത ഒരാള് ചന്തയിലൊരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. സന്ദർശക ഗ്യാലറിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയിരിക്കുമ്പോൾ ചിത്തരഞ്ജൻ മോശം പരാമർശം നടത്തിയിട്ടും സ്പീക്കർ അത് കേട്ടുകൊണ്ടിരുന്നു എന്ന പ്രതിപക്ഷ നേതാവ്. ഈ സഭാരേഖകളിൽ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണ് ചില അംഗങ്ങളുടെ പറഞ്ഞത്. പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഞങ്ങൾ ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയാണ്. പ്രതിപക്ഷം ബഹിഷ്കരിച്ചെങ്കിലും ബില്ലുകൾ സഭ പാസാക്കി. സഭാ സമ്മേളനം അവസാനിക്കുന്നതോടെ സ്വർണ്ണപ്പാളി വിഷയത്തിലെ പ്രതിഷേധം സഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ഇന്നു മുതൽ സംസ്ഥാന വ്യാപകമായി UDFന്റെ വിപുലമായ പരിപാടികൾ ഉണ്ടാകും. നിയമസഭയിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.